8 years ago, on this same day, I took my first trade. എട്ട് വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ എനിക്ക് അവൈലബിൾ ആയിരുന്നിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിലും വളരെ കുറച്ച് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ആ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് കിട്ടുക അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ എൻ്റെ ട്രേഡിംഗ് ജേർണി നോക്കുകയാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലെ എക്കണോമി പേജ് വഴിയാണ്. അപ്പോൾ അതുവഴിയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നും സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ഫസ്റ്റ് ടൈം ഫൗണ്ട് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മാത്സിനോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആദ്യം കേട്ടതും എനിക്ക് അതിലും ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തു. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിലെ ഒരു എക്കണോമി പേജ് ഡെയിലി വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പുതിയ അറിവുകൾ ഞാൻ നേടിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കൊടക് സെക്യൂരിറ്റീസിലാണ്. നിങ്ങൾക്കറിയാം, അതൊരു ഫുൾ സർവീസ് ബ്രോക്കറാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് അതിനെക്കുറിച്ച് വളരെയധികം അവയർനെസ് ഒന്നും ഇല്ലായിരുന്നു. സോ കൊടക് സെക്യൂരിറ്റീസിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇനീഷ്യലി ബൈ ചെയ്ത ഷെയർ ഐഡിയയുടേതായിരുന്നു. അപ്പോൾ അത് ബൈ ചെയ്തത് പ്രത്യേകിച്ച് അനാലിസിസ് നടത്തിയിട്ട് ഒന്നുമല്ല, ജസ്റ്റ് റാൻഡമായിട്ട് ഈ ഒരു പേര് ഫിമിലിയർ ആയതുകൊണ്ട് ബൈ ചെയ്തൊരു സ്റ്റോക്കാണത്. ഐഡിയ സ്റ്റോക്കിന് പുറമെ എനിക്ക് ഫിമിലിയർ ആയിട്ടുള്ള കുറച്ച് കമ്പനികളായിരുന്നു ബ്രിട്ടാനിയ, അതുപോലെ തന്നെ ITC, ഇങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഫിമിലിയർ ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള കമ്പനികളെ തേടി പിടിച്ച് അതിന്റെ ഷെയർസ് ഞാൻ ബൈ ചെയ്യാൻ തുടങ്ങി. സോ ഇങ്ങനെ ഒരു 15ഓളം സ്റ്റോക്കുകളിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അത് ഓൺ ടൈം ആയിട്ടല്ല, എനിക്ക് ക്യാഷ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഒരു SIP മോഡിലായിരുന്നു. അന്നത്തെ അത് നമ്മൾ ചെയ്യുന്നത് SIP ആണെന്ന് എനിക്ക് അറിയത്തില്ല. സ്റ്റിൽ ഞാൻ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ബൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫണ്ടമെന്റൽ അനാലിസിസോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അനാലിസിസോ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് റാൻഡമായിട്ട് എനിക്ക് ചുറ്റുമുള്ള കുറേ കമ്പനികളിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ആഡ് ചെയ്ത കമ്പനികളെ കുറിച്ച് ഫണ്ടമെന്റലി അനലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ബാലൻസ് ഷീറ്റും ബാക്കി കാര്യങ്ങളെക്കുറിച്ചും ഇനിഷ്യലി അറിയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ബാലൻസ് ഷീറ്റ്, നമുക്കൊരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ NSEയുടെ വെബ്സൈറ്റിൽ മാത്രമേ അവൈലബിൾ ആയിരുന്നിട്ടുള്ളൂ. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിനെ കൃത്യമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പല വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഇപ്പോൾ മണി കൺട്രോളിലായാലും അല്ലെങ്കിൽ സ്ക്രീനേഴ്സിലായാലും. എന്നാൽ നമ്മൾ അന്നത്തെ കാലത്ത് NSEയുടെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഒരു ബാലൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ തന്നെ അതിൻ്റെ ഫണ്ടമെന്റൽസ്, ചെറിയ ചെറിയ മൈന്യൂട്ടുള്ള റേഷ്യോസ് സ്വന്തമായിട്ട് തന്നെ പഠിച്ചല്ലെങ്കിൽ അനലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 6 to 8 months എടുത്തുകൊണ്ട് ഞാൻ ഫണ്ടമെന്റലി ഒരു സ്റ്റോക്കിനെ എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അത് സ്വന്തമായിട്ട് തന്നെയാണ് പഠിച്ചത്. എക്സ്റ്റേണൽ റിസോഴ്സസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ആ കാലത്ത്. അതിനുശേഷമാണ് ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗിൽ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആ സമയത്ത് വളരെയധികം കുറവായിരുന്നു. സോ ഞാനിങ്ങനെ ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല ബ്രോക്കിംഗ് കമ്പനികളിലും വേക്കൻസീസ് ഉള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഈ ബ്രോക്കിംഗ് ഫേംസിൽ ജോലിക്ക് അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. അതായത് അന്ന് റിസോഴ്സസ് വളരെ കുറവാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ബട്ട് ഇങ്ങനത്തെ ഫേംസിൽ ജോലി ചെയ്ത് അവരോടൊപ്പം നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ജോലി തേടി പിടിച്ച് അപ്ലൈ ചെയ്തത്. സോ അങ്ങനെ ഏകദേശം 1.5 വർഷത്തോളം പല ബ്രോക്കിംഗ് ഫേംസിലായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും, അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ. സോ അവിടെ വർക്ക് ചെയ്ത് കിട്ടിയ നോളേജ് ബേസ് ചെയ്തിട്ടാണ് ഒരു ഫുൾ ടൈം ട്രേഡർ ആയാലോ എന്നുള്ള തോട്ട് ഇനീഷ്യലി എൻ്റെ മനസ്സിലുണ്ടാവുന്നത്. ഫുൾ ടൈം ആയിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പോൾ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് അത്യാവശ്യം നല്ല കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഓപ്ഷൻസിൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓപ്ഷൻസിനകത്ത് ഓപ്ഷൻ സെല്ലിംഗ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഞാൻ ഓപ്ഷൻ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലിവറേജ് വളരെയധികം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ക്യാപിറ്റലിൽ തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒരു ഓപ്ഷൻ സെല്ലിംഗിൽ നിന്ന് എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇനി എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ട്രേഡിംഗ് ജേർണിയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ഏതാണെന്ന്. ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് ജേർണിയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫോൾ ആയിരുന്നു. ഹിഡൻബർഗ് ഇഷ്യൂവിൽ ഓൾമോസ്റ്റ് 50 to 60% അദാനി സ്റ്റോക്സ് എല്ലാം തന്നെ ഫോൾ ആയിരുന്നു. അപ്പോൾ ഈ അദാനി സ്റ്റോക്സിന്റെ ഫ്യൂച്ചേഴ്സ് ഷോർട്ട് ചെയ്താണ് എൻ്റെ ട്രേഡിംഗ് ചാനലിൽ ഏറ്റവും വലിയ പ്രോഫിറ്റ് മേക്ക് ചെയ്തിട്ടുള്ളത്. സോ ഈ അദാനി സ്റ്റോക്സ് ഷോർട്ട് ചെയ്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടാണ് എൻ്റെ കമ്പനി T+1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് T+1 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1.5 years ആവുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ നിലവിൽ 55,000+ ആക്റ്റീവ് ട്രേഡേഴ്സ് ഉണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ് നമ്മളോടൊപ്പം പഠിച്ച് നമ്മളോടൊപ്പം ആക്റ്റീവായി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. ഇനിഷ്യലി T+1 സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് 4 members ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 50+ എംപ്ലോയീസ് പല മേഖലകളിലായി T+1 വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി T+1 is now valued at $10 million. So don't give up. Just live with your hope. Life can take you from 0 to 100 in a snap.